മോനിപ്പോ കുറെ നാളായിട്ട് ഗൾഫിൽ തന്നെയല്ലേ? അതെ, 4 വർഷമായി ദുബായിൽ ജോലിയായിട്ട്. അല്ല മോനെ, അവിടെ നല്ല ചൂടല്ലേ? ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോ ക്ലൈമറ്റ് ഒക്കെ പൊരുത്തപ്പെട്ടു. പിന്നെ ജോലിയിലും മാറ്റം വന്നല്ലോ. ഇപ്രാവശ്യം മുരളിയും കൂടെ പോവായിരിക്കുക. അതിനുള്ള ഓട്ടത്തില മുരളി. മുരളി ഇങ്ങനെ ഓട്ടോ ഓടിച്ച് നടന്നിട്ട് എന്താ? ഞാനാ ഇവനോട് പറഞ്ഞ് മുരളിക്ക് എന്തെങ്കിലും ജോലി ശരിയാക്കാൻ. ഇപ്പൊ തിരക്കില്ലാത്തൊരു ജോലി അവന് ഒത്തു വന്നിട്ടുണ്ട്. മുരളി പോകാന്ന് സമ്മതിച്ചോ മോളെ? ആ, എല്ലാരും പറഞ്ഞപ്പോ ശരിയെന്ന് പറഞ്ഞു നിക്കുക. അല്ല, നമ്മള് വീട്ടുകാരും പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? ബാക്കി എല്ലാവരെയും പരിചയപ്പെട്ടു. പ്രധാനപ്പെട്ട ആളിനെ കാണണ്ടേ? രാധിക മോളെ വിളിക്ക്. നമ്മള് വിളിക്കുന്നത് നോക്കിയിരിക്കാവോ അവള്? എടാ, ശാരികയോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചേക്കണം. പിന്നെ ശാരികയ്ക്ക് പറയാനുള്ളത് കേൾക്കുകയും വേണം. ശരി ചേച്ചി. ദേവിയുടെ അനിയത്തിയായിട്ട് പറയല്ല, ദേവിയുടെ നേരെ ഓപ്പോസിറ്റാ ശാരിയുടെ ക്യാരക്ടർ. നേരെ വാ, നേരെ പോ. ചായ എടുത്ത് കൊടുക്ക്. അയ്യോ വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. എടാ നവീനെ, ഇതാണ് ഞങ്ങളുടെ ശാരിക മോള്. ഡിഗ്രിക്ക് പഠിക്കുന്നു. സുന്ദരി, സുശീല, സൽഗുണ സമ്പന്ന. മോളെ, ഇതാണ് ഞങ്ങളുടെ നവീൻ. ദുബായിലാണ് ജോലി, അറിയാലോ? സുന്ദരൻ, സുശീലൻ, സൽഗുണസമ്പന്നൻ. ദേവിയേച്ചി കോമഡി കാണാതെ പഠിച്ചിട്ട് വന്നേക്കുവാണല്ലോ. ചുമ്മാ ഇരിക്കെ. മോളെന്താ ചേച്ചിയോട് ചോദിക്കുന്നേ? അത് ആരും ചായ എടുത്തില്ലല്ലോ എന്ന് പറയായിരുന്നു. അതാണോ? എടുക്ക. കുടിക്ക്. കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ശാരികയോടൊന്ന് സംസാരിക്കണം. ആ, അത് പിന്നെ വേണമല്ലോ. അല്ല, അവര് തമ്മിൽ സംസാരിക്കണ്ടേ? അല്ലേ മാധവേട്ട? ഓ, പിന്നെന്താ, ആയിക്കോട്ടെ. ശാരികയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു വിരോധവും ഇല്ല. വരൂ. അച്ഛന് ചായ വേണ്ടേ? അങ്ങനെ ആവട്ടെ മോളെ. ഗൗരിക്ക് ചായ എടുക്കട്ടെ? പിന്നെ മതി.